ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലാന്റ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാജിക് മെഡിസിൻ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ്, ബയോ DAP ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്തത് പ്ലാന്റ്സിന്. ആദ്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് യൂസ് ചെയ്തപ്പോൾ. ഇനി കരിഞ്ഞു പോകുമോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. അതൊക്കെ വെറുതെ ഉള്ള എൻ്റെ പേടിയായിരുന്നു. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ, ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം ഒരു നല്ല ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ആദ്യം ഉണ്ടായത്. DAP എന്ന് പറഞ്ഞാൽ ഡയ അമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു കെമിക്കൽ വളമാണ്, ഒരിക്കലും ഇതൊരു ജൈവ വളമല്ല. ഇതിൽ ഫോസ്ഫറസും നൈട്രജനുമാണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത്. 18% നൈട്രജനും 46% ഫോസ്ഫറസുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്താൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് കൊല കുത്തി പൂക്കും, നന്നായിട്ട് പ്ലാന്റ്സ് ഗ്രോ അപ്പ് കാണിക്കും. പിന്നെ നമ്മുടെ ഇലച്ചെടികൾക്കൊക്കെ ആണെങ്കിലും നല്ല വളർച്ചയുണ്ടാകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. ഒത്തിരി പേരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്തത്. പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ ഇത്രയും ഇതായിട്ട് നോക്കുന്ന ചെടികൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ നമ്മൾ റോസയും അങ്ങനെയുള്ള എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്തായാലും ഞാൻ എൻ്റെ കുറേശ്ശെ എല്ലാത്തിനും എല്ലാ പ്ലാന്റ്സിനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലല്ല കേട്ടോ യൂസ് ചെയ്യേണ്ട, കുറച്ച് അകത്തി വേണം യൂസ് ചെയ്യാൻ. റൂട്ടിനോടും തണ്ടിനോടൊന്നും ചേർക്കാതെ കുറച്ച് മാറ്റി വേണം ഇത് യൂസ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വെള്ളം ഇതിന് അത്യാവശ്യമാണ്. നമ്മളൊരു കണ്ടിന്യൂസ് ഒരു 5-6 ദിവസം 2-3 നേരം ഒഴിച്ചാലും നല്ലതെന്ന് പറയുന്ന പോലെ 2 നേരമെങ്കിലും മസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം വെള്ളം. നമ്മുടെ ഇപ്പോഴത്തെ ചൂടിന് മനുഷ്യർക്ക് തന്നെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല ചൂടാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ പാറയൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അപ്പം നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 നേരവും ഞാൻ പ്ലാന്റ്സിന് നന്നായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാം, നമ്മുടെ പ്ലാന്റ്സ് എല്ലാം പകുതി പോയ പോലെയായിരുന്നു നിന്നത്. ചൂടൊക്കെ അടിച്ച് പൂക്കളൊക്കെ പോയായിരുന്നു. അങ്ങനെയാണ് നിന്നത്. ഞാനിത് ചെയ്ത് കഴിഞ്ഞ് വെള്ളം ഒഴിക്കാൻ തുടങ്ങി കഴിഞ്ഞ് പൂക്കളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബൊഹേൻവില്ല കണ്ടോ, നന്നായിട്ട് പൂ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലായിടത്തും ബൊഹേൻവില്ല പൂത്ത് തുടങ്ങിയായിരുന്നു കേട്ടോ. എന്നിട്ടും എൻ്റെത് താമസിച്ചാണ് ഉണ്ടായത്. അതിൻ്റെ ആ പ്ലാന്റ്സിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും കേട്ടോ, വളക്കുറവ് കൊണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ എല്ലാ പ്ലാന്റ്സിനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേശ്ശെ വീതം എല്ലാ പ്ലാന്റ്സിനും തന്നെ ഇട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒഴിക്കണം. 2 നേരവും വെള്ളം ഒഴിക്കണം. കാരണം നമ്മൾ എത്രയും ഇതായിട്ട് നോക്കിയ പ്ലാന്റ്സ് കരിഞ്ഞ് പോവരുതല്ലോ എന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവണം കേട്ടോ. ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓർക്കണം, കെമിക്കൽ വളമായതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എല്ലാവരും. ലാസ്റ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് യൂസ് ചെയ്തിട്ട് പ്ലാന്റ്സിനൊന്നും പറ്റരുതല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ഒരു 5-6 ദിവസം നന്നായിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിൻ്റെ വ്യത്യാസം അറിയാം കേട്ടോ. എൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇത്. എൻ്റെ ആ പ്ലാന്റ്സ്, ആ മണി പ്ലാന്റ്സ് ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം, നന്നായിട്ട് ഗ്രോ അപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാ പ്ലാന്റ്സിനും വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ 10 മണിയൊക്കെ നട്ടിട്ട് അധികം ആയില്ലായിരുന്നു. ഒരു 15 ദിവസം കൊണ്ട് തന്നെ എൻ്റെ 10 മണിയൊക്കെ നന്നായിട്ട് വളർന്നു, നല്ല പൂവൊക്കെ ആയായിരുന്നു. ഒരു 15 ദിവസം തൊട്ട് 20 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. എൻ്റെ എല്ലാ പ്ലാന്റ്സും നല്ലതായിട്ട് ഗ്രോ അപ്പ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. റോസയ്ക്കൊക്കെ മുട്ട് വരെ വന്നിട്ടുണ്ടായിരുന്നു. ഈ റോസയൊക്കെ ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു പൂത്തിട്ടൊക്കെ. ആ പ്ലാന്റ്സൊക്കെ നന്നായിട്ട് പൊട്ടിക്കിളുത്ത് നന്നായിട്ട് വന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലതായിട്ട് പൂക്കളൊക്കെ വന്നു. നല്ല ഒരു വളർച്ച തോന്നും നമുക്ക്. പെട്ടെന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പ്ലാന്റ്സ് വലുതായി വരുന്നതായിട്ട് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. റോസയൊക്കെ നല്ല അടിപൊളിയായിട്ട് തളിരിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുട്ടുകളൊക്കെ ആയി വന്നിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ, കാരണം മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ വെയിലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ ബൊഹേൻവില്ല കണ്ടോ, നന്നായിട്ട് പൂക്കളൊക്കെ ആയിട്ടുണ്ട്. എല്ലാ ബൊഹേൻവില്ലാസിനും പൂക്കളൊക്കെ വന്നു കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ഒരു മാജിക്കൽ ഇതുപോലെ എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും ഇതൊരു പ്ലാന്റ്സിന് വേണ്ടിയുള്ളൊരു മാജിക് ആയിട്ടുള്ള ഒരു മെഡിസിനാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് കൊടുക്കണം എന്നുള്ളൊരു കാര്യം ഒഴിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ഇത് അറിയിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്ലാന്റ്സും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ജമന്തി ഉണ്ടായിരുന്നു. അതെനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്തൊരു സാധനമായിരുന്നു. കാരണം ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് അത് സർവൈവ് ചെയ്യുമോ എന്ന് അറിയത്തില്ലല്ലോ. പക്ഷേ അതിലൊക്കെ നല്ല മുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അതിനെ എടുത്ത് വെയിലത്തോട്ട് വെച്ചിട്ടില്ല, സൈഡിലോട്ട് തന്നെ വെച്ചിട്ട്. പക്ഷേ അതിലൊക്കെ നന്നായിട്ട് മുട്ടൊക്കെ വന്നു. നമ്മുടെ ഇലച്ചെടികൾക്ക് പോലും കാണാനുണ്ട് കേട്ടോ മാറ്റം. അത്രയും നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നേ.
ഇതുപോലെ ഇനി ചെടികൾ വളരുന്നില്ല, പൂക്കളുണ്ടാകുന്നില്ല എന്ന് സങ്കടമുള്ളവരെല്ലാം ഇത് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഞാൻ പേടിച്ച പോലെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതുപോലെ പേടിച്ചിട്ടാണല്ലോ ഞാനും യൂസ് ചെയ്തത്. കണ്ടോ, നല്ല അടിപൊളി പൂക്കളൊക്കെ, നല്ല വലുപ്പത്തിലുള്ള പൂക്കളൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ഇത് യൂസ് ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള നല്ല റിസൾട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. എന്തായാലും ഇത് നല്ലൊരു മെഡിസിൻ തന്നെയാണ് കേട്ടോ പ്ലാന്റ്സിന്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കെമിക്കൽ വളമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കൊടുക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ഒത്തിരി വട്ടം വെള്ളം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതൊരു ഇതായിട്ട് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് നോക്കുന്ന ചെടികൾക്കൊന്നും സംഭവിക്കില്ലല്ലോ എന്നുള്ള ഇതുകൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.